നമ്മുടെ രാജ്യത്ത് ഏറ്റവും അഭിമാനമുള്ള ഒരു സേനാ വിഭാഗം തന്നെയാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ചില പുഴുക്കുത്തുകളുണ്ട്. പാരിതോഷികം സ്വീകരിക്കുക, കൈക്കൂലി വാങ്ങുക തുടങ്ങിയ കേസുകളിലൊക്കെ ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. ഗുണ്ടാബന്ധം സംശയിച്ച് പോലീസുകാരെ പുറത്താക്കുന്ന നടപടി ഉണ്ടാകുന്നു. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു വാർത്ത വരികയാണ്. കണ്ണൂർ കണ്ണവത്ത് പോലീസ് ഉദ്യോഗസ്ഥന്റെ വാടക വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടന്നു. ചെങ്കൽ ക്വാറി ഉടമയിൽ നിന്ന് പാരിതോഷികം കൈപ്പറ്റിയെന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഫെലിക്സ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഫെലിക്സ്, ഇയാൾ ശരിക്കും പാരിതോഷികം സ്വീകരിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? തുടർ നടപടികൾ എന്തൊക്കെയാണ്? കണ്ണൂർ കണ്ണവത്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാടക വീട്ടിൽ വിജിലൻസിന്റെ റെയ്ഡ് നടന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാണ് പരിശോധന നടത്തിയത്. ചെങ്കൽ ക്വാറി ഉടമയിൽ നിന്നും പാരിതോഷികം കൈപ്പറ്റി എന്ന വിവരം വിജിലൻസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഈ പരിശോധനയിൽ വീട്ടിൽ നിന്നും ചെങ്കൽ ക്വാറിയുമായി ബന്ധമുള്ളയാളുടെ പേരിൽ വാങ്ങിയ ഫ്രിഡ്ജ് കണ്ടെത്തുകയും ചെയ്തു. ഈ വിജിലൻസ് പരിശോധന അറിഞ്ഞ ഉടൻ ഈ ഫ്രിഡ്ജിന്റെ പണം ഈ ഫ്രിഡ്ജ് വാങ്ങിയ ആൾക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തിരിച്ച് അയച്ചു നൽകുകയും ചെയ്തു. പക്ഷെ വിജിലൻസ് ഈ പരിശോധന അടിസ്ഥാനത്തിൽ പാരിതോഷികം കൈപ്പറ്റി എന്ന് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ കേസെടുക്കാനുള്ള ശുപാർശയും നൽകിയിട്ടുണ്ട്. ഈ കൈക്കൂലിക്ക് പകരം പാരിതോഷികം ഇയാൾ വാങ്ങുന്നുണ്ട് എന്ന രഹസ്യ വിവരം വിജിലൻസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ കണ്ണവത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാടക വീട്ടിൽ ഇന്ന് വിജിലൻസ് റെയ്ഡ് നടത്തിയത്. അതിലാണ് പാരിതോഷികം വാങ്ങി അത് ഫ്രിഡ്ജാണ് എന്ന് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനുള്ള ശുപാർശയും നൽകിയിട്ടുണ്ട്. ശരി, ഫെലിക്സ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.